സംഖ്യാപുസ്തകം അധ്യായം 3. ലേവ്യരുടെ ജനസംഖ്യ. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. കുടുംബമനുസരിച്ച് ഗർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷിമേയി. കുടുംബമനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, ഹിസാർ, ഹെബ്രോൺ, ഉസിയേൽ. കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മുഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമേയിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ ഏലിഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിൻ്റെ ആവരണം, വാതിലിൻ്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണവാതിലിൻ്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഹിസ്ഹാര്യർ, ഹെബ്രോണ്യർ, ഉസിയേലിയർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിൻ്റെ തെക്ക് വശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസിയേലിൻ്റെ മകൻ എലിസഫാൻ ആണ്. പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലെയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മുഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്ന് ഉണ്ടായി. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെറാറി ഗോത്രത്തിൻ്റെ തലവൻ അബീഹൈലിൻ്റെ മകൻ സൂരിയേൽ ആയിരുന്നു. കൂടാരത്തിന് വടക്കു ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിന് മുമ്പിൽ കിഴക്ക് വശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 22000 ആയിരുന്നു.